സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമന്നാരായണീയത്തിൽ പരശുരാമാവതാരത്തിൻ്റെ അവസാന ഘട്ടത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, അച്ഛനെ ജീവിപ്പിച്ചു. കാർത്തികരാജൻ്റെ മക്കൾ കൊന്നതായിട്ടുള്ള അച്ഛനെ, കാർത്തികരാജന് നേരത്തെ മരിച്ചു, രാമൻ കൊന്നുല്ലോ. ആ മക്കൾ വധിക്കപ്പെട്ട ജമദഗ്നിയെ ഭഗവാൻ ജീവിപ്പിച്ചു പരശുരാമൻ. സന്ദർഭ്യാത സമന്തപഞ്ചകം, സമന്തപഞ്ചകം എന്നു പേരുള്ള വലിയ മഹാതീർത്ഥേ, ഒരു വലിയ തീർത്ഥാണ് അത് എന്നാണ് പറയണത്. ഇന്നും ഡൽഹിയിൽ കിലോമീറ്ററോളം നീളവും കിലോമീറ്ററോളം വീതിയും ഉള്ള ആ ഒരു തീർത്ഥം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാണ് കണ്ടൂർ. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അവിടെ വെച്ചിട്ടാണ് കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായത് എന്നൊക്കെ പറയണു. രക്തകൃതൗകേ പിതൃൻ യജ്മേക്ഷ്മാമവി കാശ്യപാദിഷു ദിശൻ. അപ്പം ഇത്രയും ആത്മാക്കളെ കൊല്ലുമ്പോൾ എന്തായാലും ഒരു പാപം ഉണ്ടാവും. ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാശ്യപ വംശത്തിൽപ്പെട്ടതായ ബ്രാഹ്മണർക്ക് ധാരാളം ഭൂമി ദാനം ചെയ്തു എന്നും, ആ ആത്മാക്കൾക്ക് തിരുനാവായിലത്തെ മണല്ലത് ഇതിൽ പറയണതല്ല കേട്ടോ, രാമായണത്തിൽ പറയണതല്ല, അവിടുത്തെ വിശിഷ്ട അതായത് ഐതിഹ്യത്തിൽ പറയുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ പിതൃതർപ്പണത്തിന് ഇത്ര പ്രാധാന്യം വന്നത്. എന്നിട്ടാണ് പരശുരാമനെ സമാധാനം കിട്ടിയുള്ളൂ. അപ്പോൾ ഈശ്വരാംശമാണെങ്കിലും തെറ്റ് ചെയ്ത പാപം ശരീരം കൊണ്ട് അനുഭവിക്കണം എന്നാണ്. ഇതേപോലെ ബലരാമൻ ഒരു സൂതനെ കഥ പറയുന്ന ആളെ കൊല്ലുന്നുണ്ട് ദശമസ്കന്ധത്തിൽ. തന്നെ കണ്ട് നീട്ടില്ല എന്നിട്ട് കണ്ടു ബലരാമന് ദേഷ്യം വന്ന്. അപ്പോഴും ബ്രഹ്മഹത്യാഭാവമാണ് ഉണ്ടായത്. രാവണനല്ല കഥ പറയണത്, സൂതനാണ് മിശ്രജാതിയ. ഈശ്വര കഥ ആര് പറയുന്നുവോ അയാൾക്ക് ബ്രാഹ്മണൻ്റെ സ്ഥാനമുണ്ട് എന്നാണ്. അപ്പോൾ ഈ പരശുരാമൻ ആ പാപം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഭൂമി ദാനം ചെയ്തു. കേരളത്തിലത്തെ ഭൂമിയൊക്കെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അതാണ് എല്ലാം ബ്രാഹ്മണ സ്വത്താണ്. ഒരു വിധത്തിൽ നോക്കുക വെച്ചാൽ കേരളത്തിൽ കയ്യിലുള്ളതൊക്കെ ബ്രാഹ്മണ സ്വത്താവത്തില്ല. റൂട്ട് നോക്കുകയാണെങ്കിൽ ഇത് കൈമാറിയിട്ടതല്ലാണ്ട് ആവണമെന്നേ ഉള്ളൂ. അങ്ങനെ സനക്കുമാരാദികളൊക്കെ പറഞ്ഞതനുസരിച്ചിട്ട് സാല്വനെ വധിക്കാതെ വിട്ടു. കാരണം ശീഷിൻ്റെ കൈ കൊണ്ടാണ് വധിക്കാൻ യോഗ, അതുകൊണ്ട് അങ്ങ് വധിക്കണ്ട എന്ന് പറഞ്ഞ് സാല്വനുമായിട്ട് യുദ്ധം മാത്രം ഉണ്ടായി. സാല്വൻ തോൽവി സമ്മതിച്ച് യുദ്ധം നിർത്തുകയാണ് ഉണ്ടായത്. അടുത്തത് നസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്നൻ പുനർജന്മിതാം ഗോകർണാവതി സാഗരേണ ധരണീം ദിട്ടാർത്തിത താപസേ. ധ്യാതേശ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാത് ഉത്സാര്യോധൃത കേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. ഭൃഗുപതേ വാദേശ തന്നെ ഉണ്ടോ പരശുരാമൻ, വേറെ അല്ല. അങ്ങനെ വിളിച്ച സംബോധന ഭൂദേശ ഭൃഗുപതേ വാദേശ ത്വം അസ്ത്രാണി നസ്യ. ആയുധ സന്യാസം ചെയ്ത് ആയുധം ഉപേക്ഷിച്ചു എന്നാണ്. എന്നിട്ട് എന്ത് ചെയ്തു? മഹേന്ദ്ര പർവ്വതത്തിൽ തപസ്സിന് പോയി. തപസ് ആയുധം യോജിക്കില്ലല്ലോ. മഹേന്ദ്ര പർവ്വതത്തിൽ വളരെ കാലം പരശുരാമൻ തപസ് ചെയ്തു എന്നൊക്കെ രാമായണത്തിലും പറയേണ്ട. ഞാൻ അവിടെ ആയിരുന്നു. അവിടുന്നാണ് ശ്രീരാമനെ കാണാൻ, ദശരഥ രാമനെ കാണാൻ വന്നതെന്നൊക്കെ. മഹേന്ദ്ര പർവ്വതത്തിൽ പോയി മഹേന്ദ്ര ഭൂപ്രതി തപത്തൊന്നൻ തപസ് ചെയ്തിട്ട് അസ്ത്രങ്ങളെ ഉപേക്ഷിച്ചു. താൻ ഇനി ആയുധെടുക്കില്ല എന്ന് തപസ് ചെയ്തു, പ്രതിജ്ഞ ചെയ്തു. നസ്യ അസ്ത്രാണി, അസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് അസ്ത്രം ഒരിക്കലും ഇനി എടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് മഹേന്ദ്ര ഭൂപ്രതി തപസ്തൊന്നൻ, മഹേന്ദ്ര ഭൂപ്രതി മഹേന്ദ്ര പർവ്വതം, ഭൂപ്രതി എന്ന് പറഞ്ഞാൽ
പർവ്വതമാണ്. മഹേന്ദ്ര ഭൂപൃതി മഹേന്ദ്ര പർവ്വതം. അതിൽ തപസ്സനുഷ്ഠിക്കുന്നവനായിട്ട് കുറേ കാലം കഴിച്ചുകൂട്ടി. പിന്നെ എന്ത് ചെയ്തു? പുനഃ ഗോകർണാവതി സാഗരേണ മജ്ജിതാം ധരണി. ധരണി ഭൂമി, സാഗരേണ മജ്ജിത സാഗരത്തിൽ മുങ്ങിയ. കുറച്ച് ഭൂമിഭാഗം വളരെ ഒന്നിച്ച് കടലെടുത്തു. പണ്ടല്ലോ കള്ളക്കടൽ പ്രതിഭാസവും ഒക്കെ ഏത് കാലത്തും ഉണ്ടത്രേ. കുറച്ച് കടലെടുക്കുക. ഏത് ഭാഗം എന്ത് ഭാഗമാണെന്നൊന്നും ആർക്കും മുമ്പ് കുട്ടി പറയാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള ഒരു സംഗതി ഇവിടെ ഉണ്ടായി. ഇന്ന് നമ്മൾ വസിക്കുന്ന കേരള പ്രദേശം, കാസർഗോഡ് മുതൽക്ക് കന്യാകുമാരി വരെയുള്ള ഈ ഭാഗം മാപ്പിൽ ചെറിയൊരു കൈപ്പയ്ക്ക പോലെ തോന്നില്ല. രണ്ടറ്റവും കൂർത്ത് നടുലേശകന വീതി കൂടി കഴിഞ്ഞാൽ ഒരു കൈപ്പയ്ക്ക അങ്ങനെയുള്ളൂ വരിക. താഴത്തും കൂർത്തും മുളയ്ക്കും കൂർക്കും ഇല്ലേ? അപ്പോൾ ഒരു കൈപ്പയ്ക്കയുടെ പോലെയുള്ള ഈ കേരള പ്രദേശം എന്ന് ഇപ്പോൾ പറയുന്ന, അന്ന് ആ പേരൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, കേരളം എന്ന് പറയപ്പെടുന്ന ഈ ഭൂമി വെള്ളത്തിൽ മുങ്ങി കടലെടുത്തു. അവിടെ ഗോകർണാവധി എന്നാണ്. വടക്ക് ഭാഗത്തെ അവധി ഗോകർണാണ്. ഗോകർണം കഴിഞ്ഞാൽ കർണാടകയായി. ബാക്കിയൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് കർണാടകമാണ്. അതുവരെയുള്ളൂ കേരളം എന്നാണ്. അപ്പം ഇങ്ങോട്ട് ഇവിടെ കന്യാകുമാരി വരെ അതിവിടെ പറഞ്ഞിട്ടില്ല. ഗോകർണാവധി എന്ന് പറഞ്ഞാൽ തുടക്കം മുതലാണ്. അപ്പം മുതൽ പറയേണ്ട അത്യാവശ്യമില്ലല്ലോ, തുടക്കം മുതലല്ലേ തുടങ്ങാൻ പറ്റുമോ? അപ്പോൾ കേരളത്തിൻ്റെ ഈ തെക്കേ അറ്റം മുതൽ വിശേഷിക്കേണ്ട ആവശ്യം തുടക്കം അവിടെയാണ്. ഗോകർണം വരെ അതേ പറയണ്ടു ഉള്ള ഭാഗത്തെ എന്ത് ചെയ്തു? സാഗരേണ മജ്ജിതാം, കടലിനാൽ മുക്കപ്പെട്ട, മുങ്ങിയ, കടലിനാൽ മുങ്ങി വെച്ചപ്പെട്ട, എന്താ പറയേണ്ടത്, കടലിനാൽ മുക്കപ്പെട്ട, കടലെടുത്തതായ, കടലിൽ മുങ്ങിയ ഭൂമിയെ ധരണീം എന്ത് ചെയ്തു? താപസന്മാർ അർത്ഥിച്ചത് പ്രകാരം, താപസൈർ അർത്ഥിത. അനവധി താപസന്മാർ പറഞ്ഞു, രാമ അങ്ങ് അവതാര പുരുഷനല്ലേ, ഞങ്ങൾക്ക് തപസ് ചെയ്യാനുള്ള ഭൂമി മാത്രമല്ല ഇതൊക്കെ ദാനം ചെയ്ത ഭൂമിയാണ്. അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു. ദാനം ചെയ്ത പിറ്റേ ദിവസം കടലിൻ്റെ അടിയിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ആ ദാനം കൊണ്ട് അപ്പോൾ ആ ഭൂമി ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്, അതിനെ എടുത്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? സിന്ധും ശ്രുവക്ഷേപണാത്, തൻ്റെ പരശുരാമൻ പരശു എന്ന മഴു എറിഞ്ഞു. അതാണ് പരശുരാമൻ മഴു എറിഞ്ഞ് നേടിയ കേരളം എന്ന് പറയാൻ കാരണം. മഴു കണ്ട് എറിഞ്ഞതോട് കൂടിയിട്ട് പേടിച്ചിട്ട് ആ എടുത്ത ഭാഗം കടൽ വീണ്ടും വിട്ടുകൊടുത്തു എന്ന് പറയുകയാണ്. ദൃഷ്ട്വ, അതായത് മജ്ജിതാം ധരണീം ദൃഷ്ട്വ, ധരണി മജ്ജിതാം ദൃഷ്ട്വ, ഭൂമിയെ മുങ്ങിയതായി കണ്ടിട്ട്, താപസൈർ അർത്ഥിത, താപസന്മാരാൽ അർത്ഥിക്കപ്പെട്ടിട്ട്, ധ്യാതേ ശ്വാസധൃത ആനലാസ്ത്രചകിതം, ആഗ്നേയ മഹാസ്ത്രം കൊണ്ട് ഭയപ്പെടുത്തി സമുദ്രത്തെ. ആഗ്നേയാസ്ത്രം ജപിച്ചിട്ടാണ് പരശുവും എറിഞ്ഞ്. രണ്ട് കാര്യം ഉണ്ടായി അവിടെ. ഒന്ന് ഏതസ്ത്രം അത്? ആഗ്നേയാസ്ത്രം. ആഗ്നേയാസ്ത്രം കൊണ്ട് വെള്ളം വറ്റിക്കാൻ പറ്റുള്ളൂ എന്നാണ്. തീ വലുതായ വരുണാസ്ത്രവും വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഈ ആഗ്നേയാസ്ത്രമാണ് അതിൻ്റെ മരുന്ന്, മറുശാസ്ത്രം, ആയുധം എന്ന് പറയാം. അപ്പം ഇവിടെ ആ എറിഞ്ഞിട്ട് സാഗരേണ മജ്ജിതാം ധരണീം എന്തുണ്ടായി? താപസയിൽ അർത്ഥിത, താപസന്മാരെ അർത്ഥിക്കപ്പെട്ടിട്ട്, ധ്യാതേ ശ്വാസദിത അനലാസ്ത്ര ചകിതം, അനലാസ്ത്രം ആഗ്നേയാസ്ത്ര, അനന അഗ്നി. പിന്നെ സിന്ധും ശ്രുവക്ഷേപണ, ശ്രുവം പരശു, മഴു തൻ്റെ മഴു, പരശു എന്ന മഴു, ശ്രുവക്ഷേപണാൻ ഉസ്സാര്യ ഉദ്ധൃത കേരള, കേരളം എന്ന പേരോട് കൂടിയിട്ട് സമുദ്രത്തിൽ നിന്ന് ഉദ്ധരിച്ചു എന്ന് പറയാം. ഒരിക്കലും താണുപോയതിനെ രണ്ടാമത് ഉദ്ധരിക്കുകയാണല്ലോ ചെയ്തത്. അങ്ങനത്തെ ഗുരുവായൂരപ്പ പരശുരാമ ദേവ എന്നെയും രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് ദശകം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഭൃഗുപതേ വാദേശ ന്യസ്യ അസ്ത്രാണി, അസ്ത്രങ്ങളെ ഉപേക്ഷിച്ചതായിട്ടുള്ള ഭവാൻ മഹേന്ദ്ര ഭൂപൃതി തപത്തന്നൻ, മഹേന്ദ്ര പർവ്വതത്തിൽ തപസ്സനുഷ്ഠിച്ചിട്ട്, ഗോകർണാവതി സാഗരേണ മജ്ജിതാം ധരണി, ഗോകർണം വരെയുള്ള കടലെടുത്ത ഭൂമിയെ, കടലിലേക്ക് മുങ്ങിപ്പോയതായിട്ടുള്ള ഭൂമിയെ,
താപസേർ അർത്ഥിത, താപസന്മാരാൽ അർത്ഥിക്കപ്പെട്ടിട്ട്, ശ്രുവക്ഷേപണോട്ട് മഴു പരശു എറിഞ്ഞിട്ട്, എന്തിനോട് കൂടിയിട്ട്? ആഗ്നേയാസ്ത്രത്തോട് കൂടിയിട്ട്. ആഗ്നേയാസ്ത്രത്തോട് കൂടിയിട്ട് പരശു എറിഞ്ഞിട്ട്, അനലാസ്ത്രചകിതം സിന്ധും, ആഗ്നേയാസ്ത്രം കണ്ട് ഭയന്ന സമുദ്രത്തിന് പിന്നാലെയാണ് പരശുവിൻ്റെ വരവ്. കൂനുമ്പിൽ കുരു പോലെ. അല്ലെങ്കിൽ ആഗ്നേയാസ്ത്രം കൊണ്ട് ഭയന്ന് വിറച്ചിരിക്കണു സമുദ്രം. രാമാവതാരകാലത്ത് വിറപ്പിച്ചത് മറക്കില്ല സമുദ്രം അത്ര വേഗമൊന്നും. കാരണം അങ്ങനെ വഴി ചോദിച്ചിട്ടുണ്ട് ഭഗവാനില്ലേ, വഴി തരില്ലേ എന്ന് ഞാൻ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ എന്നങ്ങനെ പറഞ്ഞാൽ ആഗ്നേയാസ്ത്രം ഇട്ടിട്ട് തൻ്റെ ശരീരമൊക്കെ ഉണ്ട് വിറച്ചു, കണ്ണൊക്കെ ഉണ്ട് കലങ്ങി. ഈ സമുദ്രം ഉള്ളിടത്തോളം കാലം ഭഗവാന്റെ ആ രൂപം മറക്കില്ല എന്നാണ്. എങ്കിലും ഇവിടെ അപ്പോൾ ആ രാമനാണ് ഈ പരശുരാമൻ എന്നൊക്കെ ആലോചിക്കാനുള്ള ബുദ്ധിയൊന്നും സമുദ്രത്തിനില്ലല്ലോ, ജഡമതിയല്ലേ. അപ്പോൾ ഓർത്തിട്ടുണ്ടാവില്ല ആളാണ് ഇയാളെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അവനാണെന്ന് പറഞ്ഞ ഒരു വിഷയമില്ല. അവിടെ എന്തായാലും ഭയചകിതമായിട്ടുള്ള കടലിന് സാര്യോധൃത കേരള മഴു എറിഞ്ഞ് കേരളത്തെ ഉദ്ധരിച്ചതായിട്ടുള്ള വാദേശ എന്നെ രക്ഷിക്കണമേ. ന്യസ്യാസ്ത്രാണി മഹേന്ദ്ര ഭൂപൃതി, ഭൂപൃതി എന്ന് പറഞ്ഞാൽ പർവ്വതം, ഭൂമിയുടെ നാഥൻ എന്നുള്ള അർത്ഥത്തിലുള്ള ഭൂപൃതി, മഹേന്ദ്ര ഭൂപൃതി തപത്വന്നൻ പുനർമജ്ജിതാം ഗോകർണാവതി മജ്ജിതാം എന്നാണ് ഇങ്ങനെ എഴുതിയെന്നുള്ളൂ. കാരണം മജ്ജിതാം ഗോകർണാവതി മീൻസ് ഗോകർണാവതി മജ്ജിതാം, ഗോകർണം വരെ മുങ്ങിയ സാഗരേണ ധരണീം ദൃഷ്ട്വാർത്തിത താപസൈ ധ്യാദേശ്വാസ ധൃത അനലാസ്ത്രചകിതം, അനലാസ്ത്രം ആഗ്നേയാസ്ത്രം, അനലാസ്ത്രചകിതം സിന്ധും സുവക്ഷേപണാത് പരശു എറിഞ്ഞ്, ഉത്സാര്യോധൃത കേരളേ കേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. കേരളോൽപ്പത്തി പറയാതെ പരശുരാമചരിതം ഉപസംഹരിക്കാൻ അങ്ങോട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല മേപ്പത്തൂരൻ. ശരിക്കും ഭാഗവതത്തിൽ ഇതില്ല. ഭാഗവതത്തിൽ കേരളം എടുത്തു എന്നൊന്നും പറയണില്ല കേട്ടോ. തപസ്സിന് പോയി എന്ന് പറഞ്ഞിട്ട് കഥ അവസാനിക്കുകയാണ്. ഇവിടെ അത് പറഞ്ഞു, എന്താ അറിയില്ല, കേരളീയനല്ലേ ഉണ്ടാവും. അദ്ദേഹം നാരായണീയത്തിൽ അത് അനുസ്മരിച്ചു. പരശുരാമചരിതം അല്ലാണ്ട് ഇങ്ങനെ മുഴുവനാവുക എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവണം. ഈ കഥ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഉണ്ട് എന്നാണ് പറയണത്. കേരളം വീണ്ടെടുത്തത് മുഴുവൻ പറഞ്ഞു വരുന്ന കഥയൊന്നുമല്ല, പട്ടേരിപ്പാടിൻ്റെ രചന അതെന്തായാലും അല്ല. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറഞ്ഞ കഥ വെച്ചിട്ടാണ് പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്ന് നമ്മളെല്ലാം അടിസ്ഥാനമുള്ള സംഭവം തന്നെയാണ്. ഒരു പുരാണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത്തരം ഒരു വൃത്താന്തം ഉണ്ടായത്. സര്യോധൃത കേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമം. ഇനി തുടർന്ന് കൃഷ്ണാവതാര ചരിതമാണ്. അടുത്ത 2 അധ്യായത്തിലെ അവതാരകഥയും പിന്നെ കൃഷ്ണൻ്റെ കഥ വളരെയധികം ഉണ്ട്. 87 വരേക്കും ഇനി അതാണ്. 87 മാഹാത്മ്യം പറയുന്നവരെ 47, 57, 67, 77, 50 ദശകം മുഴുവൻ കൃഷ്ണാവതാര ചരിതാണ്ട് വർണ്ണിച്ചിരിക്കുകയാണ്. ഭാഗവതത്തിൽ 90 അധ്യായമുണ്ട്, വളരെ കൂടുതലുണ്ട്. അതേപോലെ ഇവിടെയും ഒട്ടും കുറയ്ക്കാണ്ട് അദ്ദേഹം ഭംഗിയായിട്ട് ഒരു 50ഓളം ശ്ലോകം കൊണ്ട് കൃഷ്ണാവതാരം വർണ്ണിച്ചിരിക്കുന്നു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.